മുകളിലേക്ക് പൊങ്ങി പോകും. പോകില്ലേ? ഗുഡ് ബോയ് ആണോ? വെൽക്കം ടു മാളു സ്പീക്കിംഗ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് ട്രിവാൻഡ്രം കനകുന്നിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രിവാൻഡ്രത്തെ ഏറ്റവും കൂടുതൽ ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളും ഓണത്തിനാവട്ടെ ക്രിസ്മസിനാവട്ടെ ന്യൂ ഇയറിനാവട്ടെ രണ്ടൊന്നല്ലോ. അങ്ങനെ അവിടുത്തെ ലൈറ്റ് കാണാനായിട്ട് ഞാൻ പോവാണ്. ഇപ്പം സമയം എത്ര മണിയായി? ഒരു 4-5 മണി ആറായിട്ടുണ്ടായിരിക്കും. സോ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കനകുന്നിലേക്ക് പോകാനായിട്ട് പോവാണ്. ഞാനും അമ്മയും ചെറിയ ബേബി ആയിട്ട് പോകാനായിരുന്നു ഇരുന്നത്. എൻ്റെ ബ്രദറിന് കുറച്ച് അവൻ ഹെൽത്ത് വൈസ് ഭയങ്കര സിക്കായിരുന്നു. പക്ഷേ അവനും നമ്മുടെ കൂടെ വരുന്നുണ്ട്. പ്രതീക്ഷിക്കാതെ അവൻ പെട്ടെന്നായിരുന്നു റെഡിയായി വന്നത്. അപ്പോൾ കുറച്ചുകൂടെ സന്തോഷം. അപ്പോൾ നമ്മൾ 4 പേരും കൂടെ കനകുന്നിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. സോ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയാലോ? അവിടെ പോയതിന് ശേഷം കാണാം. എൻ്റെ ഒരുപാട് വ്ളോഗിൽ ഞാൻ ഈ ഒരു ടോപ്പായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ത് ചെയ്യാനാണ്, ഫീഡിങ് ടോപ്പേ നമുക്ക് പുറത്ത് ഇങ്ങനത്തെ പബ്ലിക് പ്ലേസിൽ ലുലുമാളിലൊക്കെ ആണെങ്കിൽ ഞാൻ ടീഷർട്ട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. പക്ഷേ നമുക്ക് ഓപ്പൺ സ്പേസിൽ നമുക്ക് ഫീഡ് ചെയ്യേണ്ടിയൊക്കെ വരുന്ന സമയത്ത് ഈ ഫീഡിങ് ടോപ്പാണ് നമുക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഞാൻ കുറച്ച് പുതിയ ടോപ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഇപ്പോൾ ഇട്ടിട്ട് ഒരുപാട് ഇത് പിന്നെയും കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടമുള്ളത് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പ് ഇതാണ്. അപ്പം ബാക്കിയൊക്കെ പഴയതായി. അപ്പം ഇനി പുതിയത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓർഡർ ചെയ്ത് ഇനി വേറെ ടോപ്പിൽ നമുക്ക് കാണാം. അമ്മയും എൻ്റെ മോനും റെഡി ആയിട്ടുണ്ട്. ഓട്ടോ കുത്തൊന്നും വേണ്ട, ആക്രിയെ പോലെ ഇരിക്കും കുത്തിട്ട. അങ്ങനെ നമ്മൾ 3 പേരുമായിട്ട് ഓട്ടോയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ചെറിയ ബേബിക്ക് ഇപ്പോൾ ഓട്ടോയിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല കാറ്റൊക്കെ കൊണ്ട് പോകുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളെത്തിയ സമയത്ത് ലൈറ്റൊന്നും ഓൺ ആയിട്ടില്ല. കാരണം നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഒരുപാട് പേര് കാണാനായിട്ട് അപ്പം തന്നെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ലൈറ്റ്സൊക്കെ ഓൺ ആയിട്ട് ആ ഒരു ഇരുട്ടത്ത് കാണാനായിട്ടായിരുന്നു എൻ്റെ ആഗ്രഹം കേട്ടോ. എൻ്റെ ആഗ്രഹം അവസാനം എന്ത് വന്ന് പെട്ടു എന്നൊക്കെ നമുക്ക് അവസാനം നോക്കാം. ആദ്യം നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് UPIക്ക് വേണ്ടിയിട്ട് ഒരു കൗണ്ടറും ക്യാഷ് ഓണിലേക്ക് വേറൊരു കൗണ്ടറുമാണ്. അഡൾട്ട്സിന് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ 3 ടിക്കറ്റ് എടുത്തു. കാരണം ചെറിയ ബേബി കൈക്കുഞ്ഞായതുകൊണ്ട് അവന് ടിക്കറ്റ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറാനായിട്ട് പോവാണ്. അകത്തേക്ക് കയറിയ സമയത്ത് ആദ്യം തന്നെ കുറച്ച് ഒരു പോളാർ ഏരിയ പോലെ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ സെറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കറങ്ങി പോളാർ ഏരിയ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ലൈറ്റ്സ് വന്നിട്ട് അതിൻ്റെ ഒരു ആക്ച്വൽ ബ്യൂട്ടി നമുക്ക് അറിയാൻ പറ്റും. ഇനി ആലിസ് ഇൻ വണ്ടർലാൻഡിൽ എൻ്റെ ചെറുതിനെ കൊണ്ടുപോയി നമുക്ക് ഫോട്ടോസ് എടുക്കാം. എന്താണാവോ അവിടെ വാട്ട് ഈസ് ഹാപ്പനിങ് ദേർ? ലൈറ്റ് വന്നാലേ അടിപൊളിയായിരിക്കും തോന്നും. ആലിസ് ഇൻ വണ്ടർലാൻഡ്, വുഡ് യു ടെൽ മീ which way I ought to from here? That depends a good deal on where you want to get to, said the captain. ഇതൊരു ക്രാഫ്റ്റഡ് വർക്കാണ് കേട്ടോ. ഇതൊരു ക്രാഫ്റ്റഡ് പോലെയാണ് സംഭവം. നല്ല രസമുണ്ട്. പ്രിന്റഡ് ഒന്നുമല്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയുന്ന ഒരു ഫോട്ടോ എടുക്കാം. ഒരു പാമ്പിൻ്റെ ഒരു സ്ട്രക്ചർ പോലെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ജസ്റ്റ് ഒരു വേ പോലെ, നമുക്കൊരു പാത്ത് വേ പോലെ ചെയ്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ദേ ഇതുപോലെ എന്താ പറയുക കുറേ ഫിലിം പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫിലിം ചാനൽസൊക്കെ ഉള്ളവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണത്തില്ലേ. അപ്പം അങ്ങനെ ഞാൻ ലാലേട്ടൻ്റെ, കമൽ ഹാസൻ സാറിൻ്റെ അങ്ങനെ കുറച്ച് ഫിലിം പോസ്റ്റേഴ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അനിയനും കൂടെ അങ്ങോട്ട് നടന്നു പോയ സമയത്ത് കുറച്ച് ക്രാഫ്റ്റ് വർക്ക്, ഗ്ലാസ് പെയിൻറ്റിങ്, പിന്നെ നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ പെയിൻ്റ് അടിക്കത്തില്ലേ അങ്ങനത്തെ സംഭവങ്ങൾ, മെഹന്തി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു 11 പോസ്റ്റേഴ്സ് നേരത്തെ കണ്ട ഫിലിം പോസ്റ്റേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു പോസ്റ്ററിന് 50 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. എൻ്റെ അനിയൻ ഹോളിവുഡ് ഫിലിംസിൻ്റെ ഗോഡ് ഫാദർ, ഡെഡ് പൂൾ, ഫൈറ്റ് ക്ലബ് അങ്ങനെ കുറച്ച് പോസ്റ്റേഴ്സൊക്കെ വാങ്ങി. ഞാൻ ലാലേട്ടൻ്റെ വന്ദനം, സ്ഫടികം, കിരീടം, പിന്നെ നായകൻ കമൽ ഹാസൻ സാറിൻ്റെ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വലിച്ചെറിയരുത് അല്ലേ?
പിന്നെ എന്ത് ചെയ്യും? ഫുൾ വോയിസ് എനിക്ക് കേൾപ്പിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ എന്തിന് വേറൊരു സൂര്യോദയം എന്ന് പറഞ്ഞ പാട്ട് ഒറിജിനൽ സോങ് പ്ലേ ആയിക്കൊണ്ടിരിക്കുക. കോപ്പിറൈറ്റ് എന്തെങ്കിലും വരുമോ എന്ന് പേടിച്ചിട്ടാണ്. നിങ്ങൾക്ക് തന്നെ കുറച്ച് ഞാൻ ആദ്യത്തെ കുറച്ച് വോയിസ് ഇട്ടപ്പോൾ മനസ്സിലാക്കണം, ബാക്ക്ഗ്രൗണ്ടിൽ അത് പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അവയർനെസ് പോലെ, നമ്മുടെ ശുചിത്വം, വേസ്റ്റൊക്കെ വലിച്ചെറിയാൻ പാടില്ല, വേസ്റ്റ് ബാസ്ക്കറ്റിൽ അങ്ങനത്തെ കുറച്ച് അവയർനെസ് ക്ലാസ്, അങ്ങനത്തെ ഒരു കാർട്ടൂണിസ്റ്റിക് മോഡിൽ ചെറിയ ബേബി നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഒരു മങ്കി ഡമ്മി മങ്കിയാണ്, പുള്ളീൻ്റെ കയ്യിലാണ് മങ്കിൻ്റെ വാ പോലെ വരുന്നത്. പക്ഷെ അത് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് മാത്രം, ആ ഒരു ടെക്നിക്ക് മാത്രം എനിക്ക് പിടിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതൊരു മിനിയേച്ചർ പോലെ കുറച്ച് ഫ്രെയിംസും കാര്യങ്ങളായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ബേബി ആ മങ്കീൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് അത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒന്ന് ചായയും കടിയൊക്കെ വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. ആ സമയമാകുമ്പോൾ ലൈറ്റ്സ് ഒക്കെ ഓൺ ആവും. അപ്പോൾ എനിക്ക് ലൈറ്റ്സ് അവർ ഇരുട്ടത്ത് കാണണം എന്നുണ്ടായിരുന്നു. നമ്മൾ ചായ കുടിക്കാൻ പോയി. കോഫി, ചായ, കാണിക്കൂ, മീറ്റ് റോള്, ബജി, കോളിഫ്ലവർ വന്നിട്ടുണ്ട്. ആ ഒരു കൗണ്ടറിൽ നിന്നാണ് ഭയങ്കര തിരക്കാണ്. അങ്ങനെ ചായയും കാപ്പിയൊക്കെ വാങ്ങിച്ചു. ഒരു കോളിഫ്ലവർ ഫ്രൈ കൂടെ വാങ്ങിയിട്ട് നമ്മളവിടെ നിന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. ചെറിയ ബേബി ഭയങ്കരമായിട്ടൊരു സൂക്ഷ്മ ദർശനമായിരുന്നു. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടേ, അവന് ഇങ്ങനെ പുറത്തെ ആളുകളെയൊക്കെ കാണാൻ നല്ല വെട്ടം, വെളിച്ചം, കാറ്റ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കോളിഫ്ലവർ ബജി കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം കൂടെ കഴിച്ചപ്പോഴത്തേക്കും വയറ് വീർത്തു. ചായ മറ്റേ ഈ പാൽപ്പൊടിയാണെന്നാണ് തോന്നുന്നത്, നമ്മൾ ഈ നെസ്ലയുടെ പാൽപ്പൊടിയൊക്കെ ഇല്ല, അതാണെന്നാണ് എവറി ഡേ അങ്ങനെ കുറേ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചവർപ്പായിരുന്നു. പിന്നെ ഞാൻ അധികം കുടിച്ചില്ല ചായ. പിന്നെ ചെറിയ ബേബി ഭയങ്കര ഓക്കെ ആയിരുന്നു. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, എല്ലാവരെയും നോക്കുകയാണ്. അവിടെ കുറേ കുട്ടികളൊക്കെ ഓടി കളിക്കുന്നതൊക്കെ കണ്ട് അവൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട് ബിഹേവ് ചെയ്യണം. അവനും അതുപോലെയൊക്കെ നടക്കാനായിരിക്കാം, എന്താണ് അവൻ്റെ ഉദ്ദേശം എന്നറിയില്ലല്ലോ. കുറച്ച് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള നാടൻ ഗെയിംസൊക്കെയാണ്, പണ്ടത്തെ ഗെയിംസൊക്കെയാണ് നടക്കുന്നത്. ഒരുപാട് കുട്ടികളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. പക്ഷെ എന്താ പറയാനാണ്, ചെറിയ ബേബി കുറച്ച് വയലൻ്റായി നിൽക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് ഞാൻ ഭാഗത്തേക്ക് അങ്ങനെ കയറുന്നില്ല. കാണിച്ചു തരാം. ആർക്കും വേണമെങ്കിലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കോമ്പറ്റീഷൻ ഒന്നുമല്ല, ജസ്റ്റ് നമ്മുടെ ഒരു നൊസ്റ്റു, അത്രയേ ഉള്ളൂ. അങ്ങനെ അവിടെ നിന്നപ്പോൾ തന്നെ ലൈറ്റ്സൊക്കെ പെട്ടെന്ന് ഓണായി. അങ്ങനെ അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഈ ഒരു ആർച്ച് കയറുന്നതിന് മുന്നേ തന്നെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ആ കഫറ്റേരിയയുടെ ആ ഭാഗത്ത് തന്നെ കുറച്ചിങ്ങനെ ഹാങ്ങിങ് ലൈറ്റ്സൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ പോയി ഇന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഒരു ഹാർട്ട് പോലെ ഒരു ലൈറ്റ് ഇങ്ങനെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ അങ്ങനെ കുറച്ച് ലൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ആ റെഡ് കളർ. അത് കുറച്ചും കൂടി ഇരുട്ടിയാൽ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ. ഇരുട്ടി കണ്ടോ എന്നൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പം ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ്സിൻ്റെ അവിടെ നിന്ന് എനിക്ക് ഫോട്ടോസൊക്കെ ഇടാം. അത് കുറച്ചും കൂടെ രാത്രി ആയാലും അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നാലും എനിക്ക് ഇറങ്ങി വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഉള്ളൊരു സെറ്റപ്പിൽ തന്നെ ഞാനും ചെറിയ ബേബിയും ഫോട്ടോ എടുത്തു. അനിയനാണ് ഫോട്ടോ എടുത്ത് തന്നത്. പിന്നെ നമ്മൾ ആർച്ച് കയറി അങ്ങോട്ട് നടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് ആ ഒരു ഗ്ലോബിൻ്റെ അങ്ങോട്ടൊക്കെ എത്താറായപ്പോഴത്തേക്കും മഴയ്ക്കുള്ളൊരു സാധ്യത. ഈ സമയത്ത് തന്നെ ഒരു മഴയ്ക്ക് ഇരുണ്ട് വരുന്നത് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു ഡിനോസർ പോലെ സംഭവമുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ, നല്ലൊരു അടിപൊളി ഫോട്ടോ കിട്ടി. പിന്നെ ഹാപ്പി ന്യൂ ഇയർ 2025 എന്ന ഗ്രാസിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നല്ല ഫോട്ടോസൊക്കെ കിട്ടി. അങ്ങനെ കുറച്ചായപ്പോഴാണ് മഴ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ തുള്ളിയായിട്ട് വിടാനായിട്ട് തുടങ്ങി. ഇതൊക്കെ രാത്രി ഭയങ്കര രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമുക്ക് ഭാഗ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അമ്മയടുത്ത് പറഞ്ഞതാണ്, നമുക്ക് മഴയ്ക്ക് കറക്കുകയാണ്, നമുക്ക് പോണ്ട, കനകുന്നിൽ പോണ്ട, എന്തായാലും മഴ പെയ്യാൻ സാധ്യതയുണ്ട്, നമുക്ക് നേരെ കാണാനും പറ്റില്ല. പിന്നെ ചെറിയ ബേബി, അവൻ കുഞ്ഞല്ലേ, അപ്പോൾ ഒരു കുട ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ആ ഒരു മെയിൻ കാര്യങ്ങൾ കണ്ട് ഒരു മെയിനായിട്ടുള്ള ഏരിയയിൽ ഫോട്ടോസൊക്കെ എടുത്ത് ഭയങ്കര അതിട്ട് അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച ആ ഒരു ഏരിയയിൽ കയറിയപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്തു. പിന്നെ ഇത്രയെങ്കിലും കാണാൻ പറ്റില്ല. പിന്നെ ഇവനെ കൊണ്ട് പുറത്ത് പോകുന്ന സമയത്ത് നമുക്കങ്ങനെ ഈ ബുദ്ധിമുട്ടൊന്നുമില്ല. അവന് കറക്റ്റ് ഫീഡ് ചെയ്യണം, അത്ര അല്ലാതെ ആൾക്കൂട്ടം കാണുമ്പോൾ കരയുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അവന് ഇങ്ങനെയൊക്കെ കാണുന്നതാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആ ഒരു ഗ്ലോബിൻ്റെ അവിടെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ നല്ല ഭംഗിയാണ്, നല്ല ഇരുട്ടിയ ലൈറ്റിൻ്റെ ഭംഗിയൊക്കെ അറിഞ്ഞു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മഴ പെയ്ത് അവസാനം ലൈറ്റ്സ് വരെ അവർ അണച്ചു.
ഷോക്ക് അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ലൈറ്റ്സ് വരെ ഫുള്ളായിട്ട് അവർ അണച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ ചെറിയ രീതിയിൽ മഴ ചാറുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല രീതിയിൽ അങ്ങ് പെയ്യാൻ തുടങ്ങി. എൻ്റെ ബ്രദർ കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം വീഡിയോ എടുത്തോ എന്താണെന്നറിയില്ല, ഫോട്ടോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് ഞാനും അമ്മയും ചെറിയ ബേബിയും കൂടെ കുടയും പിടിച്ചവിടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഈ സ്പീഡ് നടക്കുന്നത് മഴ പെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഒരു ഫോറിൻ സെറ്റപ്പിലുള്ള ആ ഒരു സ്ട്രക്ചർ ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ കണ്ടോ മഴ പെയ്ത് എല്ലാവരും കുടയും കൊണ്ട് നടക്കുകയാണ്. ഇപ്പോഴൊക്കെ ചെറിയ ചാറ്റലായിരുന്നു. പിന്നെ അങ്ങോട്ട് തുടങ്ങിയൊരു മഴ. ചെറിയ ബേബിയും ഞാനും അമ്മയും നമ്മുടെ തല മാത്രം നനഞ്ഞില്ലെന്നേ ഉള്ളൂ. പിന്നെ കുറച്ചൊന്ന് ഒതുങ്ങിയ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഓടി എക്സിറ്റിൻ്റെ അങ്ങോട്ട് ഏതൊക്കെ കുറുക്ക് വഴി കൂടെയൊക്കെ ഓടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തിറങ്ങിയ സമയത്തിനാണ് ഭാഗ്യത്തിന് ലൈറ്റ്സൊക്കെ അവർ ഓഫ് ചെയ്തത്. കണ്ടോ നനഞ്ഞ കോഴിയെ പോലെ എൻ്റെ അനിയൻ നിൽക്കുന്നത്. വേറൊരു ഭാഗ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബേബി ആ സമയത്ത് ഇത്രയും തണുപ്പിൻ്റെ മഴയുടെ ഇടയിൽ നല്ല സുഖസുന്ദര ഉറക്കമായിരുന്നു. അതുകൊണ്ട് അത് വലിയൊരു ഭാഗ്യം. അവൻ കരഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരുടെ കയ്യിലും നിൽക്കത്തില്ല. ആകെപ്പാടെ നമ്മൾ പെട്ടുപോയേനെ. നമ്മുടെ എന്ത് പറയാനാണ്, വസന്തോത്സവം കാണാൻ പോയിട്ട് നല്ല മഴ പെയ്തു. ഒരു കുടയുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ബേബി ഞാനും നനഞ്ഞില്ല, പക്ഷെ എൻ്റെ ബ്രദർ ഫുൾ നനഞ്ഞു. അപ്പോൾ നല്ല സൂപ്പ് കുടിക്കാൻ നല്ല ചൂടായിട്ട് സൂപ്പ് കുടിക്കാനായിട്ട് നമ്മളിവിടെ ഹൈലാൻഡ് ഹോട്ടലിൽ വന്നിട്ടുണ്ട്. ചെറിയ ബേബീനെ ഫീഡൊക്കെ ചെയ്ത് അമ്മ പുറത്ത് കൊണ്ട് നടക്കുകയാണ്. സൂപ്പിൻ്റെ ഓർഡറൊക്കെ കൊടുത്തിട്ട് ഇനി മെയിൻ കോഴ്സ് എന്താണെന്ന് നോക്കണം. നനഞ്ഞ കോഴിയൊക്കെ പാവം നമുക്ക് ഓട്ടോ പിടിക്കാൻ ഓടി എൻ്റെ അനിയനെ കണ്ടു. ഓൾറെഡി വയ്യാതിരുന്നവനെ കുറിച്ചാണ് കൊണ്ടുവന്നത്. ഓക്കെ, എന്തായാലും പാതിയോളം കണ്ടു. ഇനി ആ വസന്ത ഫ്ലവർ ഷോയും കൂടെ കാണാനുള്ളൂ. ദിവസം പോവാമെന്ന് വിചാരിച്ചു. വിഷ്ണു എങ്ങനെയുണ്ട് മഴ എക്സ്പീരിയൻസ്? അങ്ങനെ ഹോട്ട് ആൻഡ് ചിക്കൻ സൂപ്പിൽ നല്ല ഗാർലിക് ജിഞ്ചർ പെപ്പറിൻ്റെ ഒക്കെ ഇതുള്ളത് കൊണ്ട് അത് കുടിച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ നനഞ്ഞതിൻ്റെ ഒരു ഇഫക്റ്റ് മാറില്ല. പ്രത്യേകിച്ച് അത് വേണ്ടത് എൻ്റെ അനിയനാണ് കേട്ടോ. ആ സമയത്ത് അമ്മ ചെറിയ ബേബീനെ പുറത്തുകൊണ്ട് നടക്കുകയായിരുന്നു. പിന്നെ മെയിൻ കോഴ്സിൽ തന്തൂരി ചിക്കൻ, പിന്നെ ടിക്ക മസാല ഫ്രൈഡ് റൈസും വെജ് ഫ്രൈഡ് റൈസും പിന്നെ ഗാർലിക് നാനും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ച് പെട്ടെന്ന് കഴിച്ചതിന് ശേഷം ചെറിയ ബേബീനെ കൊണ്ട് ഞാൻ നടക്കുമായിരുന്നു. അമ്മ പെട്ടെന്ന് ഫുഡ് കഴിച്ചു. കാരണം അവനെ നമ്മൾ അങ്ങനെ ഹാൻഡിൽ ചെയ്തേ പറ്റൂ. കാരണം അവൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അത്ര ഒരു ഹെക്റ്റിക് ടൈമിൽ. അതുകൊണ്ട് നമ്മൾ അവനെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കനകക്കുന്നിലെ വസന്തോത്സവം മഴ കൊണ്ടുപോയി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.